യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. കഴിഞ്ഞ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിങ്ങനെയാണ്: മനുഷ്യർ ശ്രവണം ചെയ്യേണ്ടതായ വിഷയമേതാണ്, അല്ലെങ്കിൽ ജപിക്കേണ്ടതായ മന്ത്രമേതാണ്, ചെയ്യേണ്ടതായ പ്രവൃത്തി ഏതാണ്, സ്മരിക്കേണ്ടതായ രൂപമേതാണ്, ഭജിക്കേണ്ടതായ സ്വരൂപമേതാണ്, അല്ലെങ്കിൽ കേൾക്കാനും ജപിക്കാനും ചെയ്യുവാനും സ്മരിക്കാനും ഭജിക്കാനും പാടില്ലാത്തത് എന്താണ്? ഇതാണ് ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്. അതിന് ശുഗബ്രഹ്മർഷി മറുപടി പറയുന്നു: അല്ലയോ രാജാവേ, മനുഷ്യർ കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിധിധ്യാസനം ചെയ്യേണ്ടതുമായ പരമതത്വത്തെക്കുറിച്ച് അങ്ങ് ഉന്നയിച്ച ഈ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ലോകഹിതവും ആത്മാവിനെ അറിഞ്ഞവർക്ക് സമ്മതവുമാകുന്നു. ഹേ രാജശ്രേഷ്ഠ, ഗൃഹങ്ങളിൽ താൽപ്പര്യമുള്ളവരും അതിനാൽ തന്നെ കുടുംബ സംരക്ഷണയ്ക്കായി ഹിംസാദി വ്യാപാരങ്ങളെ നടത്തുന്നവരും അതിനാൽ തന്നെ അന്ധകരണ മാലിന്യം നിമിത്തം ആത്മതത്വത്തെ അറിയാത്തവരുമായ ജനങ്ങൾക്ക് കേൾക്കാനും ആലോചിക്കാനുമുള്ള പ്രാകൃത കാര്യങ്ങൾ എത്രയോ അധികമുണ്ട്. ഗൃഹസ്ഥന് 5 വിധം ഹിംസകൾ കൂടാതെ കഴിയില്ല. നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ച വാവയഃ ദിവാ ചാർത്തേഹയാരാജൻ കുടുംബഭരണേനവ. അല്ലയോ രാജാവേ, ജനങ്ങൾക്ക് രാത്രിയിലുള്ള ആയുസ്, നിദ്ര, സ്ത്രീസേവ എന്നിവ കൊണ്ടും പകൽ സമയത്തുള്ള ആയുഷ്കാലം ധനം സമ്പാദിക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനുമുള്ള പരിശ്രമം കൊണ്ടും പോയി പോകുന്നു. തൻ്റെ ശരീരം, മക്കൾ, ഭാര്യ എന്നിങ്ങനെ തന്നെ സംബന്ധിച്ചിരിക്കുന്നവരെല്ലാം എന്നും നിലനിൽക്കുന്നവരല്ല, നശിക്കുന്നവർ തന്നെ. എങ്കിലും അവരിലുള്ള അവിവേകപൂർവമായ ആഗ്രഹമാകുന്ന പ്രമാദം നിമിത്തം തൻ്റെ മാതാപിതാക്കൾ മുതലായവരുടെ മരണത്തെ കണ്ടിട്ടും കൂടി അതുപോലെ താനും തൻ്റെ സംബന്ധികളായിട്ടുള്ളവരും നശിക്കുന്നവരാണെന്ന് കാണുന്നില്ല. ഇതുതന്നെയാണ് അവിവേകത്തിൻ്റെ സ്വരൂപവും ശക്തിയും. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഹരിരീശ്വരഃ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം. അതുകൊണ്ട് ജനന മരണരൂപമായ ഭയത്തിൽ നിന്ന് വിട്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന പുരുഷൻ മൃഗപ്രായമായ ജീവിതത്തെ ഉപേക്ഷിച്ച് സകലത്തിലും ആത്മാവായ സകലൈശ്വര്യപൂർണനായും സകലത്തെയും അതാത് നിലയ്ക്ക് നിർത്തി മര്യാദയെ പരിപാലിക്കുന്ന ഈശ്വരനുമായിരിക്കുന്ന ശ്രീഹരിയെക്കുറിച്ചാണ് കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടത്. സംസാരഭയത്തെ തീർത്ത് രക്ഷിക്കുന്ന സിദ്ധൌഷധം ഇതാകുന്നു. സാഖ്യം, യോഗം, സ്വധർമ്മനിഷ്ഠ എന്നിവ കൊണ്ടുള്ള പ്രയോജനം ഇത്രമാത്രമാണ്. മരണസമയത്തിൽ ശ്രീനാരായണൻ്റെ സ്മൃതി ഉണ്ടാകണം. ഇത് തന്നെയാണ് ഉത്തമ ജന്മലാഭം. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ശ്രേയസ് അന്യമായിട്ടില്ല. ഹേ രാജൻ, വിധി നിഷേധങ്ങളെ വെടിഞ്ഞ് സർവത്തെയും ബ്രഹ്മരൂപമായി കണ്ട് നിർഗുണ ബ്രഹ്മത്തിൽ തന്നെ ആനന്ദിച്ചിരിക്കുന്ന മുനികൾ കൂടെ ശ്രീ ഹരിഗുണ കീർത്തനത്തിൽ രമിക്കുന്നു. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവാൻ ദ്വാപരാദൗ പിതുർ ദ്വൈപായനാദഹം. ഭഗവാൻ അരുൾ ചെയ്തതും ഭാഗവതമെന്ന് പേരുള്ളതും വേദങ്ങൾക്ക് സമമായുമിരിക്കുന്ന ഈ പുരാണത്തെ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഞാൻ എൻ്റെ പിതാവായ വ്യാസമുനിയിൽ നിന്ന് അധ്യയനം ചെയ്തു. സിദ്ധനായ അങ്ങേക്ക് അധ്യയനത്തിന് കാരണമില്ലല്ലോ എന്നുള്ള ശങ്കയെ പരിഹരിക്കുകയാണ് ഇത്. ഹേ രാജാവേ, ഗുണാതീതമായ ആനന്ദബ്രഹ്മത്തിൽ ഞാൻ എപ്പോഴും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ അവതാര ലീലാവിശേഷങ്ങൾ എൻ്റെ മനസ്സിനെ ആകർഷിച്ചതിനാൽ ഭാഗവതം എന്ന ആഖ്യാനത്തെ ഞാൻ അധ്യയനം ചെയ്തു. പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചതായ ആ ഭാഗവതത്തെ അങ്ങേക്ക് ഉപദേശിക്കാം. അങ്ങ് മഹാപുരുഷനായ ഭഗവാനിൽ ഭക്തിയുള്ളവനാകുന്നു. ഇതിൽ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം മുക്തിയെ ദാനം ചെയ്യുന്ന ഭഗവാനിൽ ഫലേച്ഛ കൂടാത്തതായ ഭക്തി ഉടനെ സംഭവിക്കും. ഇഹലോക വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനെയും വിരക്തന്മാർക്ക് ഭക്തിയെയും
ജ്ഞാനികളായ യോഗികൾക്ക് ആനന്ദത്തെയും സകല ഭയങ്ങളെയും തീർത്ത് പരമപദവിയെയും കൊടുക്കുന്നതിന് ശ്രീ ഹരിനാമ സങ്കീർത്തനം ഒന്ന് തന്നെ മതിയെന്ന് അതിൻ്റെ മാഹാത്മ്യത്തെ അറിഞ്ഞിരിക്കുന്ന അനുഭവസ്ഥന്മാർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ശ്രേയോമാർഗത്തിൽ മനസ്സിരുത്താത്ത ഒരുവന് പരോക്ഷങ്ങളായ അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ സംഗതിയുണ്ടെന്ന് വന്നാൽ, അങ്ങനെ വന്നാൽ കൂടെ ആ ദീർഘകാലങ്ങളും വ്യർത്ഥമായി തന്നെ പോകുന്നു. അതല്ലാതെ അവന് അവയെക്കൊണ്ട് വിശേഷ ഫലമൊന്നും ഉണ്ടാവുകയില്ല. ഇത്രമാത്രമേ ജീവിതശേഷമുള്ളൂ എന്ന അറിവുള്ളവന് അല്പസമയം ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ചുരുങ്ങിയ സമയത്തെ ശ്രേയസ് സമ്പാദനത്തിനായി ഉപയോഗിക്കാമല്ലോ. ഗഡ്വാങ്കൻ എന്നു പേരായ ഒരു രാജർഷി ദേവന്മാരോട് കൂടെ ചേർന്ന് അസുരന്മാരെ സംഹരിച്ചു. ദേവന്മാർ സന്തോഷിച്ച് വരം കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ എനിക്കിനി ജീവിതകാലം എത്രയുണ്ടെന്നറിയണമെന്നാവശ്യപ്പെട്ടു. മുഹൂർത്ത സമയമേ ഉള്ളൂ എന്നവർ അറിയിച്ചു. ഉടനെ വിമാന സഹായത്താൽ ഭൂമിയിലേക്ക് ക്ഷണത്തിൽ വന്നു. സകലത്തെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. സർവഭയങ്ങളെയും തീർത്ത് രക്ഷിക്കുന്ന ശ്രീഹരിയെ പ്രാപിക്കുകയും ചെയ്തു. രജോ ഗുണ പ്രചുരമായ സ്വർഗലോകത്തിലിരുന്നാൽ മോക്ഷം സിദ്ധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഹേ കുരുകുല ശ്രേഷ്ഠ, അങ്ങേക്കിപ്പോഴും 7 ദിവസം ജീവിച്ചിരിക്കാനുള്ള അവധിയുണ്ടല്ലോ. പരലോകത്തിന് ഹിതമായ സാധനത്തെ സമ്പാദിക്കാനായിട്ട് തന്നെ അത്ര മതിയാകും. ആ സമയത്തെ മുഴുവനും ഉപയോഗിച്ചു കൊള്ളുക. ആദ്യമായിട്ട് ഉണ്ടാകേണ്ടതായ വൈരാഗ്യത്തെ ഉപദേശിക്കുന്നു. അവസാന കാലം അടുത്തു എന്നറിഞ്ഞ പുരുഷൻ മരണത്തിൽ ഭയമില്ലാത്തവനായിട്ട് ഇഹലോക സുഖത്തിലുള്ള ഇച്ഛയെയും ശരീരത്തിലും അതിനെ സംബന്ധിച്ച പുത്രകളത്രാദികളിലും ഉള്ള സ്നേഹപാശത്തെയും വിരക്തിയാകുന്ന ശസ്ത്രം കൊണ്ട് മുറിച്ചു കളയണം. ഗൃഹത്തിലിരിക്കുന്നത് ആസക്തിയുണ്ടാവാൻ ഗൃഹത്തിലിരിക്കുമ്പോൾ ആസക്തികൾ ഉണ്ടാകാൻ കാരണമാണ്. അതുകൊണ്ട് വീട് വിട്ട് ദൂരെ ദിക്കിലേക്ക് പോയി പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ജനസഞ്ചാരമില്ലാത്ത ശുദ്ധദേശത്തിൽ വിധിപ്രകാരം ഉണ്ടാക്കിയ ആസനത്തിലിരുന്ന് ബുദ്ധിവൃത്തിയെ ചലിപ്പിക്കാതെ ധാരണ ചെയ്യണം. അകാരം, ഉകാരം, മകാരം എന്ന 3 മാത്രകളോട് കൂടിയതും ബ്രഹ്മവാചകവും ശുദ്ധവുമായ പ്രണവത്തെ മനസ്സുകൊണ്ട് ജപിക്കണം. ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായ ആ ബീജാക്ഷരത്തെ മറക്കാതെ ശ്വാസപ്രശ്വാസഗതികളെ അടക്കുകയും അതോടുകൂടി മനസ്സിൻ്റെ ചഞ്ചലഗതിയെ നിരോധിച്ച് ബീജാക്ഷരത്തിൽ തന്നെ ഉറപ്പിക്കുകയും വേണം. നിശ്ചയാത്മികയായ ബുദ്ധിയെ സാരഥിയാക്കിയിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ഇതിന് പ്രത്യാഹാരമെന്നാണ് പേര്. പിന്നെയും കർമ്മവാസനകളാൽ ചലിപ്പിക്കപ്പെടുന്ന മനസ്സിനെ ഭഗവാന്റെ സ്വരൂപത്തിൽ നിലനിർത്തണം. ഇതിന് ധാരണ എന്നാണ് പറയുക. ഭഗവത് രൂപത്തിൽ പാദാദികളായ ഓരോ അവയവങ്ങളെ സമഗ്ര രൂപത്തിൽ നിന്ന് ചലിക്കാത്തതായ മനസ്സുകൊണ്ട് ക്രമേണ ധ്യാനിക്കണം. ഇങ്ങനെ ഓരോ അവയവത്തിലും സ്ഥിരമായി ഉറയ്ക്കുന്ന മനസ്സിൽ സ്ഫുരിക്കുന്നതായ പരമാനന്ദത്തെ മനസ്സിൻ്റെ ആകൃതിയാക്കി തീർത്തതിൽ പിന്നെ ഒന്നും ധ്യാനിക്കാതെ ഇരിക്കണം. ഇതിന് സമാധി എന്നാണ് പറയുക. ഗുണങ്ങളുടെ ശക്തി നിമിത്തം മനസ്സ് പിന്നെയും ചലിക്കുന്നു. അതുകൊണ്ട് ധാരണയെ തന്നെ ആവർത്തിക്കണം എന്നുപദേശിക്കുന്നു. രജോ ഗുണം അധികരിക്കുമ്പോൾ മനസ്സ് ഒന്നിലും ഉറയ്ക്കാതെ ചലിച്ചുകൊണ്ടിരിക്കും. തമോ ഗുണം അധികരിച്ചാൽ നിദ്രയിൽ ചെന്ന് ചാടും. ഇങ്ങനെ ഗുണങ്ങളുടെ ഈ ഒരു പ്രാബല്യ നിമിത്തം ചലിക്കുന്നതും മോഹിക്കുന്നതുമായ മനസ്സിനെ ധാരണ കൊണ്ട് തന്നെ ജയിക്കണം. അധൈര്യപ്പെട്ട് പോകരുത്. രജസ്തമോ ഗുണങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന വിക്ഷേപം, ലയം എന്നാണ്. ലയം എന്ന 2 ദോഷത്തെ, വിക്ഷേപം ലയം എന്ന 2 ദോഷത്തെ ഉണ്ടാക്കും. അതിനെ ധാരണ തന്നെയാണ് ചെയ്യേണ്ടത്. ആ ധാരണ തന്നെയാണ് ഹനിക്കുക. ഇപ്രകാരം ധാരണയെ അഭ്യസിക്കുമ്പോൾ സുഖസ്വരൂപമായ ഒരാശ്രയം മനസ്സിന് സിദ്ധിക്കും. അതിനെ വിട്ടുപോകാതെ അവിടെ തന്നെ പ്രീതിയോടുകൂടിയും ഇരിക്കണം. ഇപ്രകാരം സുഖവിഷയത്തെ കാണുന്ന യോഗിക്ക് ഭക്തി ലക്ഷണമായ യോഗം കാലതാമസം കൂടാതെ തന്നെ സിദ്ധിക്കുന്നതാണ്. പരീക്ഷിത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മർഷേ, ഭക്തിയെ ജനിപ്പിക്കുന്നതാണെന്ന് സജ്ജന സമ്മതമായിരിക്കുന്ന, സജ്ജനങ്ങളെല്ലാം സമ്മതിച്ചിരിക്കുന്ന ധാരണയെ ഏത് വിധം ഏകാശ്രയത്തിൽ ധരിക്കണം? ആ ധാരണ ഏത് വിധത്തിലായിരുന്നാലാണ് പുരുഷന്റെ ചിത്തത്തിലുള്ള
ചലനരൂപമായ ദോഷത്തെ വേഗത്തിൽ നശിപ്പിക്കുന്നത്. അതിനെ വിസ്തരിച്ച് ഒന്ന് അരുളി ചെയ്യണം എന്ന് ശുഗബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സ ധാരയേധിയ. ആസനം, ശ്വാസപ്രശ്വാസങ്ങൾ, പ്രാകൃത ജനസംസർഗം, ഇന്ദ്രിയങ്ങൾ ഇവയെ ജയിച്ചതിന് ശേഷം ഭഗവാന്റെ പ്രപഞ്ചാകാരമായ സ്ഥൂല രൂപത്തിൽ ബുദ്ധിയോടുകൂടെ മനസ്സിനെ ധരിക്കണം എന്നാണ് ശുഗബ്രഹ്മർഷി മറുപടി പറഞ്ഞത്. ഇനി വിരാട് സ്വരൂപ വർണ്ണനമാണ്. ഇത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ എങ്ങനെയാണ് ധാരണ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അറിയേണ്ടത് എന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. വിശേഷസ്തസ്യ ദേഹോയം സ്തവിഷ്ടശ്ച സ്തവീയസ യത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവച്ഛസത്. കാര്യസ്വരൂപമായിട്ടുണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ഈ ലോകം ഏതൊരു ഭഗവാനാകുന്ന അധിഷ്ഠാനത്തിൽ കാണപ്പെടുന്നുവോ, സ്ഥൂലങ്ങളിൽ വച്ച് ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഭഗവാന്റെ ഈ സ്വരൂപം തന്നെയാണ് ഈ കാണപ്പെടുന്നതായ സർവവും. ഭക്തിയോഗത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവന് വിഷയമായിരിക്കുന്നത് ഈ സ്വരൂപമാകുന്നു. ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ശോഭിക്കുന്നതിനാൽ വിരാട് രൂപം എന്നാണ് ഇതിനെ മഹാന്മാർ പറയുന്നത്. അണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജ പുരുഷോ യോസൗ ഭഗവാൻ ധാരണാശ്രയഃ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്തത്വം എന്ന് 7 ആവരണങ്ങളോട് കൂടിയതും അണ്ഡകോശം എന്ന് പറയപ്പെടുന്നതുമായ ലോകരൂപമായ ഈ ശരീരത്തിൽ വിളങ്ങുന്ന പുരുഷനെ വൈരാജൻ എന്നാണ് പറയുന്നത്. വൈരാജൻ ഉപലക്ഷണത്വേന ഈ പുരുഷനും ധാരണാശ്രയനാകുന്നു. ഉപലക്ഷണം പറയുകയാണെങ്കിൽ ഈ പുരുഷനും ധാരണയ്ക്ക് ആശ്രയമാണ്. വിരാട് ദേഹം, അതിലെ ജീവൻ, അതിൽ അന്തര്യാമി, ഈ മൂന്നും വെവ്വേറെയല്ല, ഒന്ന് തന്നെ എന്ന് ഭാവിച്ചുകൊണ്ട് ഉപാസിക്കണമെന്നുള്ള അഭിപ്രായത്തോടുകൂടെ ഈ ലോകം ഈശ്വരൻ്റെ അവയവങ്ങളാണെന്ന് കാണിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി ചെയ്ത പുരുഷൻ്റെ പാദത്തിൻ്റെ കീഴ്ഭാഗം പാതാളമാണ്. മുൻഭാഗവും പിൻഭാഗവും രസാതലമാണ്. പാദങ്ങളുടെ ഗുൽഫങ്ങൾ മഹാതലമാണ്. മുട്ടുകാലുകൾ തലാതലം എന്ന് അറിഞ്ഞവർ പറയുന്നു. അലയോ രാജാവേ, പ്രപഞ്ചമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാന്റെ 2 മുഴങ്കാലുകൾ സുതലമാണ്. വിതലവും അതലവും തുടകളുടെ കീഴ്ഭാഗമാണ്. തുടകളുടെ കീഴ്ഭാഗവും മേൽഭാഗവുമാണ് വിതലവും അതലവും. ഭൂമിതലം ജഘനവും ആകാശലോകം നാഭി-സരസ്സുമാണെന്ന് പറയുന്നു. ആദിപുരുഷനായ ഭഗവാന്റെ മാറിടം നക്ഷത്രലോകവും, കഴുത്ത് മഹർലോകവും, മുഖം ജനർലോകവും, നെറ്റിത്തടം തപോലോകവും, അനേക ശിരസ്സുകളുള്ള ആ ദേവന്റെ ശിരസ്സുകൾ സത്യലോകവുമാണെന്ന് മഹാന്മാർ അറിയുന്നു. ഇന്ദ്രാദികളായ ദേവന്മാർ ഭഗവാന്റെ കൈകളാണ്. ദിക്കുകൾ ഭഗവാന്റെ കർണങ്ങളാണ്. ശബ്ദം ഭഗവാന്റെ ശ്രോത്രേന്ദ്രിയമാണ്. അശ്വിനി ദേവന്മാർ 2 പേർ പരമപുരുഷന്റെ 2 നാസാപുടങ്ങളാണ്. ഗന്ധം ഭഗവാന്റെ ഘ്രാണേന്ദ്രിയമാണ്, മൂക്കാണ്. ദീപ്തനായ അഗ്നി ഭഗവാന്റെ മുഖമാണ്. അന്തരീക്ഷലോകം സർവവ്യാപിയായ ഭഗവാന്റെ നേത്രഗോളങ്ങളാണ്. സൂര്യൻ നേത്രേന്ദ്രിയമാണ്. കൺപോളകൾ രാത്രിയും പകലുമാണ്. ബ്രഹ്മാവിൻ്റെ ലോകം ഭഗവാന്റെ പുരികസ്ഥാനമാണ്. ജലം ഭഗവാന്റെ താലുവാണ്. രസം ഭഗവാന്റെ ജിഹ്വയാണ്. വേദങ്ങൾ അപരിച്ഛിന്ന സ്വരൂപനായ വിഷ്ണുവിൻ്റെ ശിരസ്സായും, യമൻ ദംഷ്ട്രയായും, പുത്രാദി സ്നേഹലേശങ്ങൾ പല്ലുകളായും, ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ മായ പുഞ്ചിരിയായും, അവസാനമില്ലാത്തതായ സൃഷ്ടി കടാക്ഷമായും പറയുന്നു. ലജ്ജ എന്നത് ഭഗവാന്റെ മേൽച്ചുണ്ടും, ലോഭം എന്നത് കീഴ്ച്ചുണ്ടും, ധർമ്മം സ്തനവും, അധർമ്മം പൃഷ്ഠഭാഗവും, ബ്രഹ്മാവ് മേഢവും, മിത്രാവരുണന്മാർ വൃഷണങ്ങളും, സമുദ്രങ്ങൾ വയറും, ഗിരികൾ എല്ലിൻ കൂട്ടങ്ങളുമാണെന്ന് പറയുന്നു. നദികൾ ഭഗവാന്റെ നാഡികളാണ്. വൃക്ഷങ്ങൾ രോമങ്ങളാണ്. അധികം ശക്തിയുള്ളതായ കാറ്റ് ഭഗവാന്റെ ശ്വാസപ്രശ്വാസങ്ങളാണ്. കാലഗതിയാണ് ഭഗവാന്റെ വയസ്സ്. പ്രാണികളുടെ ജനനമരണ രൂപമായ സംസാരം തന്നെയാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്.
മേഘങ്ങൾ സർവവ്യാപിയായ ഭഗവാന്റെ തലമുടികളാണെന്നും സന്ധ്യ വസ്ത്രമാണെന്നും അവ്യക്തമെന്ന് പറയപ്പെടുന്ന പ്രധാന തത്വം ഹൃദയമാണെന്നും സകലരുടെയും മനസ്സിൽ വികാരത്തെ ജനിപ്പിക്കുന്നതായ ആ പ്രസിദ്ധനായ ചന്ദ്രൻ മനസ്സാണെന്നും പറയുന്നു. എല്ലാറ്റിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാന്റെ ചിത്തം വിജ്ഞാനശക്തിയായ മഹത്തത്വമാണെന്നും ശ്രീരുദ്രൻ അന്ധകരണമാണെന്നും കുതിര, അശ്വതരി, ഒട്ടകം, ആന എന്നീ മൃഗങ്ങൾ നഖങ്ങളാണെന്നും അനേക തരത്തിലുള്ള മാൻ മുതലായ മൃഗങ്ങൾ, പശുക്കൾ എന്നിവ അരക്കെട്ടിൻ്റെ മുൻഭാഗവും പിൻഭാഗവുമായ പ്രദേശങ്ങളാണെന്ന് പറയുന്നു. ഈ അശ്വതരി എന്ന് പറയുന്നത് കുതിരയ്ക്ക് കഴുതയിൽ ജനിച്ച സന്താനമായ ഒരു ഇനത്തിൽപ്പെടുന്ന മൃഗമാണ്. പക്ഷിവർഗങ്ങൾ ഭഗവാന്റെ ശില്പവിദ്യകളാണ്. വൈവസ്വത മനുവാണ് ഭഗവാന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഭഗവാന്റെ വാസഭവനം മനുഷ്യവർഗമാണ്. ഗന്ധർവാദികളായ ദേവയോനി വിശേഷന്മാർ ഭഗവാന്റെ ഷഡ്ജാതി സ്വരങ്ങളാണ്. ഷഡ്ജം തുടങ്ങി സ്വരങ്ങളാണ് ഭഗവാന്റെ ദേവയോനി വിശേഷന്മാർ. അസുര സൈന്യാധിപതിയായ പ്രഹ്ലാദൻ ഭഗവാന്റെ സ്മൃതി എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖവും ക്ഷത്രിയൻ ഭുജവും വൈശ്യൻ തുടയും ശൂദ്രൻ പാദവുമാണ്. അതായത് ഇവിടെ ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണനെയല്ല, കർമ്മം കൊണ്ടുള്ള ബ്രാഹ്മണന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവനുള്ള സ്ഥാനം ഭഗവാന്റെ മുഖമാണ്. അതുപോലെ ക്ഷത്രിയൻ അതും കർമ്മം കൊണ്ടുള്ള ക്ഷത്രിയനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വൈശ്യനും ശൂദ്രനും അങ്ങനെ തന്നെയാണ്. ഈശ്വരൻ്റെ ഇത്രമാത്രമുള്ള ഈ അവയവ കൽപ്പനം അങ്ങയോട്, അതായത് പരീക്ഷിത് മഹാരാജാവിനോട് ശുഗബ്രഹ്മർഷി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല. അതിസ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം. എല്ലാവരുടെയും ബുദ്ധിവൃത്തിയാൽ അനുഭവിച്ചറിയപ്പെടുന്ന സകലവും ഏകനായ ഈശ്വരനാകുന്ന നാനാത്വം സ്വപ്നത്തിൽ ജീവനാൽ കൽപ്പിക്കപ്പെട്ട നഗര സമുദ്രാദികൾ എന്ന പോലെ കൽപ്പിതമാകുന്നു. ത്രികാലങ്ങളിലും നാശമില്ലാതെ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനിൽ തന്നെ എപ്പോഴും മനസ്സിനെ നിർത്തേണം. ഉപലക്ഷണഭൂതമായ ദേഹേന്ദ്രിയാദികളിൽ ആസക്തനായിരിക്കരുത്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ജനന മരണ രൂപമായ സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായി വരുന്നത്. അതുകൂടാതെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവൻ സർവാത്മന ഈശ്വരനെ ഉപാസിക്കേണ്ടതാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ മഹാപുരുഷ സംസ്ഥാനുവർണ്ണനെ പ്രഥമോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.